മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പുതിയ ഒരാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോനാഥൻ ഒരു സമരിയാക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുകയും അവളോട് സംസാരിക്കുകയും ചെയ്യുന്ന രംഗമാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് ഈ സമരിയാക്കാരി സ്ത്രീ കിണറിൻ്റെ അടുത്തേക്ക് വെള്ളം കോരാനായിട്ട് വരുമ്പോൾ ഈശോനാഥൻ ആ സമയം തന്നെ അവിടേക്ക് ചെല്ലുകയാണ്. ഇവള് വെള്ളം കോരാൻ വരുന്ന സമയം ഉച്ച സമയമാണ്. സാധാരണഗതിയിൽ സ്ത്രീകൾ വെള്ളം കോരാൻ വരുന്നത് ഒന്നുകിൽ പ്രഭാതത്തിൽ അല്ലെങ്കിൽ വൈകുന്നേരം. ഉച്ച സമയത്ത് ആരും കിണറിൻ്റെ അടുത്തേക്ക് വെള്ളം കോരാൻ വരാറില്ല. ആരും വരാതിരുന്ന സമയം തിരഞ്ഞെടുത്ത് ഈ സ്ത്രീ വെള്ളം കോരാനായിട്ട് അവിടേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവള് സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളായിരുന്നു, പാപത്തിൽ കഴിഞ്ഞവളായിരുന്നു ഇവള്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടിരുന്നവളാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനോ മറ്റുള്ളവരുടെ കൂടെ ചേരാനോ അവൾക്ക് സാധിച്ചിരുന്നില്ല. ആരും അവളെ കൂടെ കൂട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആരും വരാത്ത സമയത്ത്, ആരും തന്നെ കാണാനായിട്ട് സാധ്യതയില്ലാത്ത സമയത്ത് ഈ സ്ത്രീ വെള്ളം കോരാനായിട്ട് വരുന്നത്. എന്നാൽ ഈശോനാഥൻ ആ സമയത്ത് തന്നെ അവിടേക്ക് വരികയും അവളോട് സംസാരിക്കുകയും ചെയ്യുന്ന രംഗമാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവളുടെ ആ ഒറ്റപ്പെടലിനെ ദൈവം അവളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സമയമാക്കി മാറ്റുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ, അവഗണനകൾ നമ്മുടെ കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടാവാം. ആരും നമ്മളെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു നൊമ്പരം നമ്മുടെ ഹൃദയത്തിലുണ്ടാവാം. ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും, നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടായാലും ആ കുറവിനെ, ആ ഒറ്റപ്പെടലിനെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള, നീയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള അവസരമാക്കി മാറ്റുമെന്ന് നീ തിരിച്ചറിഞ്ഞുകൊള്ളുക. നീ ഒറ്റപ്പെടലിൽ കഴിയുന്ന വ്യക്തിയാണോ, പാപത്തിൽ കഴിയുന്ന വ്യക്തിയാണോ, കുറവുകളുള്ള വ്യക്തിയാണോ, നീ ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. നിന്റെ കുറവിനെ, നിന്റെ ഒറ്റപ്പെടലിനെ, നിന്റെ ജീവിത നൊമ്പരങ്ങളെ ദൈവം തനിക്കിടപെടാനുള്ള നിമിഷങ്ങളാക്കി, തനിക്കിടപെടാനുള്ള അവസരമാക്കി മാറ്റുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. കുറവിൽ ദൈവം ഇറങ്ങി വരും, ദൈവം സഹായിക്കും. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇവളുടെ അരികിലേക്ക് ഈശോനാഥൻ കടന്നു വന്നിട്ട് ഇവളോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവം ഇവിടെ ആവശ്യക്കാരനായിട്ട് മാറുകയാണ്. അവളോട് പറയുകയാണ്, നീ എനിക്ക് വെള്ളം തരൂ, ഞാൻ നിനക്ക് നിത്യജീവൻ തരാം. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടോ അത് ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലുള്ളത് ദൈവത്തിന് കൊടുക്കുക. നമ്മുടെ കഴിവായിരിക്കാം, നമ്മുടെ സമ്പത്തായിരിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളായിരിക്കാം, ചില സൗഭാഗ്യങ്ങളായിരിക്കാം. ദൈവം നമ്മയോട് ആവശ്യപ്പെടുന്ന എന്താണോ അത് തിരിച്ചറിയാനും അത് ദൈവത്തിന് കൊടുക്കാനും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോനാഥൻ അവളോട് പറയുകയാണ്, ദൈവത്തെ ആരാധിക്കേണ്ടവർ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടത് എന്ന്. ആരാധന എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധമാണ് എന്ന് ഈശോനാഥൻ ഈ തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്,
പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ആവശ്യം വരുമ്പോൾ നേടിയെടുക്കേണ്ടതിൻ്റെ ലിസ്റ്റുമായിട്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് ചൊല്ലുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്നതാണ് എന്ന് ഈശോ പഠിപ്പിക്കുക. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത്, എൻ്റെ ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന എന്ന്. ദൈവത്തെങ്കിലേക്കുള്ള നോട്ടമാണ് പ്രാർത്ഥന എന്ന്. ദൈവത്തിലേക്ക് ഹൃദയത്തെ ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ള അതിൻ്റെ അർത്ഥം. പ്രാർത്ഥന നമ്മളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തണം, ദൈവത്തെങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കണം, ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കണം. അതല്ല നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നീ ദൈവത്തെ വിളിക്കുന്നത് എങ്കിൽ അത് യഥാർത്ഥ പ്രാർത്ഥനയല്ല എന്ന് ഈശോനാഥൻ പഠിപ്പിക്കുക. ഈ ദിവസം നമ്മൾ ഈ വചനം ശ്രവിക്കുമ്പോൾ ഈ ചിന്തയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഒന്ന്, നിന്റെ ഒറ്റപ്പെടലിനെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനുള്ള അവസരമാക്കി മാറ്റും. രണ്ട്, നിന്റെ ജീവിതത്തിൽ എന്താണോ നിനക്കുള്ളത് അത് ദൈവത്തിന് കൊടുക്കാനായിട്ട് സാധിച്ചാൽ ദൈവം നിനക്ക് ആവശ്യമുള്ളത് തരും. മൂന്ന്, നിന്റെ പ്രാർത്ഥന അത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന് ഉപയോഗിക്കുക. ബന്ധത്തിലേക്കുള്ള വളർച്ചയ്ക്കായിട്ട് നിന്റെ പ്രാർത്ഥനയെ മാറ്റുക. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും അതുപോലെ തന്നെ ഈ ആഴ്ചത്തെയും എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ഈശോയെ, ഇവരുടെ ഈ ദിവസത്തെയും ഈ ആഴ്ചയും സമർപ്പിക്കുമ്പോൾ ഈ ആഴ്ചയിലെ ഇവരുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും അങ്ങയുടെ കരം ഉയർന്നു നിൽക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ഇവരുടെ ഭവനത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മയായതെല്ലാം ഇവരിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ. എല്ലാ പരാജയങ്ങളും വിട്ടുമാറട്ടെ. ആപത്തുകളും അപകടങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.